വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കുകയാണ് നടി ശ്വേത മേനോൻ. 10-12 വർഷങ്ങൾക്ക് മുൻപ് താൻ നടത്തിയ ഒരു കേസിനെക്കുറിച്ചും ശ്വേത മേനോൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞാലും തന്റെ കേസിൽ ഇതേ അവസ്ഥ തന്നെ തുടരുമെന്നാണ് ശ്വേത മേനോന്റെ പ്രതികരണം. കൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ വൈകിയെന്നതും അവസരം നഷ്ടപ്പെടുന്നതിൽ സങ്കടമുണ്ടെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. താൻ അഭിനയിച്ച് ഏറെ പ്രേക്ഷക പ്രീതി നേടിയ കളിമണ്ണ് എന്ന ചിത്രത്തെ ഒതുക്കാനും ഒരുപാട് ആളുകൾ ശ്രമിച്ചതായി ശ്വേത മേനോൻ വെളിപ്പെടുത്തുന്നുണ്ട്. അല്ല, ഒബ്വിയസ്ലി ആ കുട്ടി അത്ര ഒരു അവര് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണ്ടെങ്കിൽ ഐ എം ഷുവർ സംതിങ് മസ്റ്റ് ബി സീരിയസ്. അത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവര് സംസാരിക്കണ്ടെങ്കിൽ അപ്പൊ അവര് എവിടെയോ ഇമോഷണൽ ആയിട്ട് അത് ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരാളെ അതേ ചുമതല തുടരാൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം സോറി മീഡിയ നിങ്ങൾ വെറുതെ ഇതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഇപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കാൻ പിന്നെ ഞാൻ സംസാരിക്കില്ല വെറുതെ കാണിക്കൂല, നിങ്ങൾ എഡിറ്റ് ചെയ്യും. അല്ല, ഈ ഹേമ കമ്മിറ്റി ഒരു ചരിത്രമാണ്. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റി ഉണ്ടാക്കിയ സർക്കാരിന്റെ പ്രധാനപ്പെട്ട സിനിമാ സംവിധാനത്തിന്റെ തലപ്പത്താണ് ഇരിക്കുന്ന രഞ്ജിത്ത്. അപ്പൊ ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കും. അതൊരു ചോദ്യമാണ്. കാരണം അത് ഗവൺമെന്റിനോട് അല്ല, അങ്ങനെ ഒരു മൂപ്പര് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി മൂപ്പര് പണിഷ്മെന്റ് ചെയ്യണ്ടേ, പണിഷ് കൊടുക്കണ്ടേ. അതാ ഞാൻ പറയാം, നമ്മൾ എല്ലാ സ്ത്രീകളെയും പ്രതികരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ പറയൂ. പക്ഷേ മൂപ്പര് എന്ത് നിൽക്കണു അവിടെ മാറ്റണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഗവൺമെന്റ് അല്ലേ ഡിസൈഡ് ചെയ്യണ്ടേ. അല്ല, അങ്ങനെ ചെയ്ത് എന്തെങ്കിലും അതാ ഞാൻ പറഞ്ഞത്, അതിന് എന്തെങ്കിലും ഒരു എന്താ പറയാ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അതല്ല ഏത് കേസാണ്. ഐ തിങ്ക് നിലപാടും നമ്മളെ ലോ വേഗം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ 12-13 വർഷമായിട്ട് ഞാൻ ഒരു കേസ് അതൊക്കെ ഹേമ കമ്മിറ്റിയിൽ ആക്ച്വലി വരണം. ബിക്കോസ് നമ്മൾ സ്ത്രീ റെസ്പെക്ട്, നമ്മൾ സെൽഫ് റെസ്പെക്ട് കിട്ടാത്ത ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. 12-13 വർഷം മുമ്പേ ഞാൻ പ്രതികരിച്ച ഒരു സാധനം ഇന്നും ഞാൻ കേസ് ഇത് ചെയ്യാണ്. എത്ര കാശ് എന്റെ പോകുന്നുണ്ട്? അതാണ് ഞാൻ പറയുന്നത്. എന്നോട് ചോദിക്കാതെ നമ്മുടെ സ്ക്രീനിലെ ഒരു ഫോട്ടോ എവിടെ യൂസ് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുക. അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് സിനിമ മാറിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് വന്നിട്ട് പോലും അതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായി. ഒന്നും മാറ്റിയിട്ടില്ല. ഇപ്പൊ നോക്കുള്ളൂ, എന്റെ കേസ് ഇപ്പോഴും അറിയില്ല എപ്പോഴാണ് വരാൻ പോണത്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഞാൻ 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് തന്നെ പറയണ്ട, ആ കേസ് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറം ലോകം കണ്ടിട്ടില്ല. പല കാരണങ്ങളും ഞാൻ പറഞ്ഞത് അത് ലേറ്റ് ആയി. അതൊരു അട്ടിമറിയായിരുന്നു ആ സാധനം. ആരെങ്കിലും സംരക്ഷിക്കാൻ അങ്ങനെയല്ല മേഡം കരുതുന്നുണ്ടോ? ഐ ഡോണ്ട് നോ വൈ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ആരെ സംരക്ഷിക്കണം? ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടാനുള്ളത്? ഒരു ചലച്ചിത്ര താരം എന്ന നിലയിൽ സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഞാൻ അത് എന്റെ ഇൻഡസ്ട്രിയിനോട് അഭ്യർത്ഥിക്കട്ടെ. സർക്കാർ പിന്നെ അതില്ല, ഞാൻ സർക്കാരിലല്ലോ. ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ചില സിനിമകളിൽ നിന്ന് അവസരം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും രീതിയിൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടാനുള്ള സിനിമ കിട്ടും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് എനിക്ക് വന്ന് സിനിമ തരും. എനിക്ക് കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ അവർ സൈൻ ചെയ്യും. അതങ്ങനെ കിട്ടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനകത്ത് ഇങ്ങനെ ഒരു ഫോഴ്സ് പ്രവർത്തിക്കുന്നത് ഒരു അനീതിയായിട്ട് മാമിന് തോന്നുന്നില്ലേ? ഇപ്പൊ ഒബ്വിയസ്ലി സങ്കടം തോന്നില്ലേ? 8-9 പടത്തിന്റെ സൈനിങ് എമൗണ്ട് കിട്ടിയിട്ട് വെട്ടി വിഴുങ്ങിയ ആളാ ഞാന്. അതിപ്പോ എത്ര വർഷമായി? 10 വർഷം, ഓൾമോസ്റ്റ് 8-9 years ആയി. പക്ഷെ എന്നോട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെ ഒരാൾ സൈനിങ് എമൗണ്ട് തന്നിട്ട് അത്ര വലിയ ബഡ്ജറ്റായ സിനിമകളല്ല നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത്. അത്ര പൈസകൾ ഇപ്പൊ അങ്ങനെ അനുഭവങ്ങൾ ഇഷ്ടമുള്ള നടിമാരില്ല. ഇപ്പോ ഇങ്ങനെ നിലപാട് പറഞ്ഞ കുറെ പേര് ഇതിന്റെ പേരിൽ തന്നെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ എല്ലാവർക്കും എന്റെ പോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല. ഞാൻ വീണ്ടും പറയുന്നത്, ഫാമിലി സപ്പോർട്ടാണ് എന്റെ ഏറ്റവും വലിയ ബലം. മേഡത്തെ ഇപ്പൊ അങ്ങനെ മാറ്റി നിർത്തിയേക്കാണോ? എന്നെയോ? ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ലേ? നിങ്ങൾ എന്നെ മാറ്റി നിർത്തോ? ഇല്ല, നമ്മൾ മാറ്റി നിർത്തുന്നില്ല. പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യോ? സൂപ്പർ പവറുകൾ എന്നെ പറ്റി എന്തെങ്കിലും മോശമായ എന്തെങ്കിലും കാര്യം പറയോ? ഇല്ല. ഗുഡ് ബോയ്സ്. അല്ല, ഇതിനകത്തൊരു ഒരു സംശയത്തിനോട് ചോദിക്കും. ഇപ്പൊ ഇവര് മാറ്റി നിർത്തുകയാണെന്ന് പറയുന്നത്, അപ്പൊ ഒരു കുറച്ച് പേരായിരിക്കും. അവരെങ്ങനെയായി മാറ്റി നിർത്തുക? സംശയം കൊണ്ട് നിർത്തിയാലും ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടാവും അല്ലേ? അതൊരു നല്ല വിഷയങ്ങളല്ലേ? അതിന്റെ ഒരു സ്വഭാവം അറിയുമല്ലോ. മാമിന് ആദ്യം അവര് അഡ്വാൻസ് തരുന്നു, അതിനുശേഷം വിളിച്ചു പറയുവാണോ? ഇത്ര വർഷമായി ഞാൻ സിനിമ ചെയ്തിട്ട് ഒരു വെബ് സീരീസ് എപ്പോ ചെയ്ത് നീ വരാനുള്ള നീ പ്രൊഡ്യൂസർ ഡയറക്ടർ അവരെ ഒന്നും നിർത്തല്ലേ, വരണേ. അല്ലെ, കളിമണ്ണ് പോലെ വളരെ പ്രധാനപ്പെട്ട വളരെ സ്ട്രഗിൾ ചെയ്ത സിനിമ അഭിനയിച്ച ഒരു അഭിനേത്രിയാണ് താങ്കൾ. ആ താങ്കളെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അല്ല, അപ്പോ കളിമണ്ണിനെ ഒതുക്കാൻ കുറെ ആൾക്കാർ നോക്കിയല്ലോ.
അതാണ് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടം എങ്ങനെയാണ്? ബിക്കോസ് കളിമണ്ണ് ഒരു വലിയൊരു മാറ്റമായി വരും എന്നുള്ള ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ ബ്ലെസ്സിയേട്ടൻ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് മാറ്റാനും അതിന് കുറെ തിയേറ്റേഴ്സ് മാറ്റി അത് ഓടിക്കാതെ ഇരിക്കാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തു. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ അഭിപ്രായം മാമിന് പോലും പറയാതിരിക്കുകയാണ്. മാം ഇത്രയും കാലം പറയാതൊന്നും ഇരിക്കില്ല. ഇതുമായി ഇങ്ങനെ പറയാൻ പോലും കഴിയാത്ത അല്ല, എന്തിനു ഞാൻ വെറുതെ എല്ലാം ഹലോ ഒന്ന് ഒരു ന്യൂസ് തരണം, അതൊന്നും എന്റെ പണിയല്ല. മൈ ജോലി ഈസ് ടു ഡു നല്ല സിനിമ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും എനിക്ക് പ്രതികരിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ. എനിക്ക് ഒരു കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഈ മാറ്റി നിർത്തപ്പെടുന്ന ഘട്ടങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ തോന്നിയിട്ടില്ല? ഇല്ല, എനിക്കിതിൽ അതാ ഞാൻ പറഞ്ഞ ഇത് ഈ പവറോ ഇത് എനിക്കറിയില്ല. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ദുഷ്മന്മാരാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള സിനിമ വലിയൊരു നാണക്കേടിന്റെ യെസ്, ബിക്കോസ് ഞാൻ ബോംബെയിൽ താമസിക്കുകയാണ്, എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. ഭയങ്കര നാണക്കേട് മാത്രമല്ല, എല്ലാവരും കളിയാക്കണമുണ്ട്. പക്ഷെ ഈ മാറ്റത്തിന് ഒരു വലിയൊരു അഭിനന്ദനങ്ങളും എല്ലാവരും പറഞ്ഞു.